ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ 4:5:3 എന്ന അംശബന്ധത്തിലാണ് എങ്കിൽ അതിലെ ഏറ്റവും വലിയ കോണകം എത്ര? അപ്പോൾ നമുക്കിവിടെ എന്താ തന്നിട്ടില്ലേ? ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ 4:5:3 എന്ന അംശബന്ധത്തിലാണ്. അതിൽ ഏറ്റവും വലിയ കോണളവാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ത്രികോണത്തിൻ്റെ ആകെ കോണളവ് എത്രയാണ്? ഒരു ത്രികോണം ഏതുമായിക്കോട്ടെ, ഏതൊരു ത്രികോണം ആയിക്കോട്ടെ, അതായത് ഈ കോണും കൂടെ കൂട്ടിയാൽ കിട്ടുന്ന ആകെ തുക എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ ആകെ കോണളവ് 180 ഡിഗ്രിയാണ്. നമുക്കത് കിട്ടി. നമുക്കിവിടെ ആകെ കോണളവ് 180 ഉണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിലെ ഏറ്റവും വലിയ കോണളവ് ഏതാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് ആകെ കോണളവായ 180 ഗുണം നമുക്കിവിടെ അംശബന്ധം തന്നിട്ടില്ലേ? ആ അംശബന്ധത്തിലെ ഏറ്റവും വലിയ സംഖ്യ എടുക്കുക. ഇവിടെ ഏറ്റവും വലിയ സംഖ്യ 5 അല്ലേ? 5 ഡിവൈഡഡ് ബൈ അംശബന്ധങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ 5 + 4 9, 9 + 3 എത്രയാണ്? 12. ഓക്കെ അല്ലേ? ഇവിടെ ആകെ കോണളവായ 180 ഉണ്ട്. 180 ഗുണം നമുക്കിവിടെ വലിയ കോണളവാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് അംശബന്ധത്തിലെ വലിയ സംഖ്യ ഡിവൈഡഡ് ബൈ അംശബന്ധങ്ങളുടെ തുക. ഇപ്പോൾ നമുക്ക് ചെറിയ കോണളവാണ് കണ്ടുപിടിക്കേണ്ടിയിരുന്നെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഈ വലിയ അംശബന്ധം എടുത്തതിന് പകരം ചെറിയ അംശബന്ധം എടുക്കണം. ഓക്കെ അല്ലേ? അത്രയേ ഉള്ളൂ. = 12ഉം 18 നമുക്ക് 6 വെച്ച് വെട്ടാം. 2 3 ബാക്കി എന്തുണ്ട്? 0 മുകളിൽ പോകും 30. 2 30 2 വെച്ച് വെട്ടി കൂടെ 15. ബാക്കി എന്തുണ്ട്? 15 × 5 എത്രയാണ്? 15 50 5 25. അപ്പോൾ 75 ഡിഗ്രിയാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ എ. ഓക്കെ അല്ലേ?